നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോളും അച്ഛനെന്താ വന്നല്ലോ. അല്ല ആരാ ഇവര്? ഞാൻ പറഞ്ഞിരുന്നില്ലേ ദേവൂട്ടിയെ കാണാൻ ഒരു പയ്യൻ വരുമെന്ന്. പയ്യന്റെ അച്ഛൻ, ഇതമ്മ. ദേവുട്ടി വാ, ഇവർക്ക് ചായ കൊടുക്കണ്ടേ? സുരേന്ദ്രട്ടെ സംസാരിച്ചിരിക്കട്ടോ. വാ മോളെ, വാ. ഇങ്ങോട്ടിരിക്കുന്നു. വൈഫ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മൂകാംബിക നടയിൽ കടയാണല്ലേ? അതെ. പയ്യനെന്ത് ചെയ്യുന്നു? ശരിക്കും പറഞ്ഞ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ചില ബിസിനസ്സുകളാണ്. ബോംബെയിൽ നിന്ന് സാധനങ്ങളെടുത്ത് കണ്ണൂരും കോഴിക്കോട്ടും ഒക്കെ റീറ്റെയിലുകാർക്ക് മറിച്ചു വിൽക്കുന്ന ബിസിനസ്സാണ്. മറിച്ചു വിൽക്കുന്നത് എന്താ? പ്രധാനമായും ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളാണ്, തുണികൾ. കൊണ്ടുപോയി കൊടുക്കാനല്ലേ പറഞ്ഞേ? ചെല്ല്. പേരെന്താ? അവള് സംസാരിക്കില്ല, അത് പറഞ്ഞില്ലേ? പറഞ്ഞു. ഇത്തരം സന്ദർഭങ്ങളില് പൊതുവെ ചോദിക്കുന്ന ചോദ്യമാ. ഞാനും അങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ. അവള് സംസാരിക്കില്ലെന്ന് മാത്രമല്ല, കാലിന് ചെറിയ പ്രയാസങ്ങളുമുണ്ട്. അത്രയും അവളുടെ കുറവാ. അത് ഒളിച്ചു വെക്കാനൊന്നും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. അല്ല, ഒളിച്ചു വെച്ചാലും ഒളിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലല്ലോ ഇതൊക്കെ. അതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിനക്കുണ്ടോ മോനെ? ഇല്ലച്ചാ, കുട്ടി ടൂ വീലർ ഓടിച്ചാ വന്നത്. സ്വന്തമായിട്ട് കടയും നോക്കുന്നുണ്ട്. പിന്നെ അതിൽ കൂടുതലൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ്. പൊതുവെ നോക്കുമ്പോ കുട്ടിക്ക് ചില പോരായ്മകൾ ഉണ്ടായിരിക്കാം. അതൊരു പോരായ്മയായിട്ട് അച്ഛനും അമ്മയ്ക്കും കാണാൻ പറ്റില്ലല്ലോ. ഞങ്ങളും നിങ്ങളുടെ പക്ഷത്താ. കുട്ടിയുടെ പോരായ്മയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നേയില്ല. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ കാര്യങ്ങൾ ഉറപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. എന്താ? മുന്നോട്ട് പോവാം. ഒരുപാട് സൗകര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾക്ക്. എങ്കിലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ചുറ്റുപാടുകളുണ്ട്. നിങ്ങൾക്ക് ഡിമാൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണം. ഞങ്ങൾ കൂട്ടിയാ കൂടുന്നതാണെങ്കിൽ മുന്നോട്ട് പോവാം. ഞങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ല. നിങ്ങളുടെ കുട്ടിക്ക് എന്താണോ കൊടുക്കാൻ കഴിയുന്നത് അത് കൊടുക്കുക. എന്തായാലും വെറും കഴുത്തോടെയും വെറും കൈയോടെയും ഇറക്കി വിടില്ലല്ലോ. ഇല്ലില്ല, അതൊരിക്കലും ഇല്ല. എന്നാ നമുക്കതങ്ങ് ഉറപ്പിക്കാം, അല്ലേടാ? ആ, കുട്ടിയുടെ അച്ഛനെന്ത് പറയുന്നു? എനിക്കും സമ്മതമാണ്. പക്ഷേ കല്യാണത്തിന് ഒരല്പം സാവകാശം വേണം. അതായിക്കൊള്ളൂ. വലിയ ആർഭാടൊന്നും വേണ്ട. ഞങ്ങൾ ഒരുപാട് പേരൊന്നും വരില്ല. ലളിതമായ ഒരു ചടങ്ങ്, അത് മതി. അങ്ങനെ തന്നെ ആലോചിക്കാം. കാര്യങ്ങള് ഞങ്ങൾ അറിയിച്ചോളാം. ഓ ശരി, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ആ
ശരി. ഉം. വാങ്ങാട്ടോ. ദേ, എന്തോരം അന്വേഷിച്ചിട്ട് കൊണ്ടുവന്ന ബന്ധാന്നറിയോ? നിന്റെ കുറവുകൾക്ക് ഒരു പ്രശ്നവും ഇല്ലാന്നും പറഞ്ഞ് ഇതുപോലൊരു ചെറുക്കം വരുവോ? ഒരു കൂട്ടര് വന്ന് കണ്ട് സമ്മതിച്ച് പ്രശ്നമൊന്നുമില്ലാന്നും പറഞ്ഞ് കാര്യം ഉറപ്പിച്ചിട്ട് പോകുമ്പം അവളുടെ ഒരു മര്യാദക്ക് പറയുന്ന അനുസരിച്ചോളാം. ആ. ദേവുട്ടി ഇവിടെ? അവക്ക് പയ്യനെ പിടിച്ചില്ല പോലും. ദേ, അവൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഇടപെട്ട് ഈ കല്യാണം നടത്തണം. പയ്യന് ഒരു കുഴപ്പമില്ല, സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ദേ, പയ്യന്റെ ഫോട്ടോയാ. എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് കുമാരേട്ടന്റെ ഉപദേശം ഉണ്ടല്ലോ, അയാളെയും കാണിച്ചു കൊടുക്ക്. എന്നിട്ട് പുന്നാര മോളെ ഉപദേശിച്ച് സമ്മതിപ്പിക്കും. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിനക്കിഷ്ടമില്ലാത്ത ഒരു ബന്ധം നിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. നിനക്ക് വിധിച്ചത് ഇതാണെങ്കിൽ ഇത് നടക്കും. മറ്റൊരാളെ നിനക്ക് വിധിച്ചിട്ടുള്ളെങ്കിൽ അതേ നടക്കും. എല്ലാം ദേവി തീരുമാനിക്കും. അമ്മയുടെ നടയിൽ ചെന്ന് മനസ്സ് തുറന്നു പറയും. എന്താ വേണ്ടേന്ന് അമ്മ കാണിച്ചു തരും.